ഹായ് മകളെ, എജുബോർഡ് സ്വാഗതം. വീണ്ടും മാസാണ് മുഞ്ചിത് സാറാണ് കേട്ടോ മകളെ. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്, നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ടോപ്പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഏതുവരെ ആയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി, അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. സാറേ എന്തൊക്കെയോ ആയിട്ടുണ്ട്, കുറച്ചും കൂടിയൊക്കെ ആയാൽ സെറ്റാണ്, ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. സാറേ 3G പൊട്ടുമോ എന്നാണ് പേടി, ഇങ്ങനെയാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ടൈപ്പ് വീഡിയോസാണ്, ക്വസ്റ്റ്യൻസ് ആണോ അതോ റിവിഷൻ ആണോ, ടോപ്പിക് ഇമ്പോർട്ടൻസ് ആണ്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ചെയ്യാം കേട്ടോ. റെഡിയല്ലേ? നമ്മൾ ഇന്ന് നോക്കുന്നത്, ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത് മൈറ്റോസിസ് vs മിയോസിസ്, ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. റെഡിയല്ലേ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആ കൺസെപ്റ്റ് മൊത്തം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വ്യത്യാസം നോക്കാൻ വേണ്ടി പോകുന്നു. റെഡിയല്ലേ മക്കളെ? ആദ്യം മനസ്സിലാക്കേണ്ടത് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം, ആ പേരിന് ഉത്തരം കിട്ടും. അവർ ക്രമമായിട്ടാണ് മുറിയുക. എന്ന് വെച്ചാൽ ഒന്ന് മുറിഞ്ഞാൽ, ക്രമമായിട്ട് മുറിഞ്ഞാൽ എത്രണ്ണമായിട്ട് മാറടാ? രണ്ടെണ്ണമായിട്ട് മാറല്ലേ മക്കളെ? ഇതൊരു കോശമാണ്, ഇത് നേരെ മുറിഞ്ഞാൽ എത്രണ്ണമായിട്ടേ മാറാൻ പാടുള്ളൂ? ക്രമമായിട്ടാണെങ്കിൽ 2 കോശങ്ങളായിട്ടാണ് മാറുക. റെഡിയല്ലേ? അടുത്തത്, ഈ 2 കോശങ്ങളും മറ്റൊരു ആ പേര് തന്നെ വീണ്ടും ഉത്തരം കിട്ടണം. ഇവരുടെ ക്രോമസോമിൻ്റെ നമ്പർ തുല്യമായിരിക്കും. അഥവാ മുറിഞ്ഞ കോശത്തിൽ 46 ആണെങ്കിൽ ഉണ്ടായി വന്നിട്ടുള്ള പുതിയ 2 കോശങ്ങളിലും കൃത്യമായിട്ട് ആ 46 എന്നുള്ള എണ്ണം എന്ത് ചെയ്യും? നിലനിർത്തും. 2 പോയിന്റ് കിട്ടിയില്ലടാ. ക്രമഭംഗം ക്രമമായിട്ട് മുറിഞ്ഞ് 2 കോശങ്ങളാകും. എത്രണ്ണം? 2 എണ്ണം. അതുപോലെ തന്നെ ഓരോ കോശത്തിലും 46 ക്രോമസോമിന് എന്ത് ചെയ്യും? നിലനിർത്തും. ഇത് രണ്ടും റെഡിയല്ലേ? മറ്റൊരു കാര്യം ഓർമ്മ വെക്കാനുള്ളത്, മൈറ്റോസിസ് ഉണ്ടല്ലോ, ക്രമഭംഗം, ഇത് വളരാനാണ് സഹായിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എല്ലാ കോശങ്ങളിലും മൈറ്റോസിസ് നടക്കൂല. മൈറ്റോസിസ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാധാരണ കോശങ്ങളിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബീജങ്ങൾ ഉണ്ടാകുന്ന ബീജകോശങ്ങളിൽ മൈറ്റോസിസ് അല്ല, പകരം എന്താണ്? മിയോസിസ് ആണ്, ഊനഭംഗമാണ്. ക്രമഭംഗം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ മിയോസിസ് എന്തിനാണ്? അത് ബീജകോശങ്ങളിൽ നമുക്ക് ബീജ ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇത് ക്രമമായിട്ടല്ല മുറിയുന്നത് അല്ലേ? 1 മുറിഞ്ഞ് 2 ആകുന്ന സമയത്ത് ഊനഭംഗത്തിൽ 1 മുറിഞ്ഞ് 4 ആകും. അതുമാത്രമല്ല, ഇവിടെ കൃത്യമായിട്ട് ക്രോമസോം നമ്പർ ഇങ്ങനെ 46 ഇങ്ങനെ നിലനിർത്തുമ്പോൾ ഈ ഊനഭംഗത്തിൽ ഇങ്ങനെ 4 എണ്ണം ആകുന്ന സമയത്ത് മക്കളെ ഇതെന്ത് ചെയ്യുന്നില്ല? 23 ആണ് എന്ത് ചെയ്യുന്നത്? ഇവർ നിലനിർത്തുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നേർ പകുതിയായിട്ട് മാറുന്നു. ഇടയിൽ നമുക്ക് 4 എണ്ണം ഉണ്ടായി, പക്ഷെ എന്താണ്? പകുതിയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങളാണ് ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണോ മക്കളെ? ചിരിച്ചിരിക്കരുത്, മുനീറെ കണ്ണ് ചിമ്മാണ്ട് നോക്കണം. ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കേ, ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ക്രമഭംഗം ഊനഭംഗം തമ്മിലുള്ള താരതമ്യമാണ്. ക്രമഭംഗം അഥവാ മൈറ്റോസിസ് നടക്കുന്നത് ബോഡി സെല്ലിലാണ്. ശരീരകോശങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും വളരാൻ വേണ്ടി സഹായിക്കുന്നത് മൈറ്റോസിസ് ആണ്, ക്രമഭംഗമാകുന്നു. എന്നാൽ മിയോസിസ് എവിടെയാടാ? ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ജേം സെല്ലിലാകുന്നു. പുരുഷന്മാരുടെ സ്പേം ഉണ്ടാക്കുന്ന, പുംബീജം ഉണ്ടാക്കുന്ന കോശങ്ങളിലും സ്ത്രീകളുടെ അണ്ടമുണ്ടാക്കുന്ന, ഓവമുണ്ടാകുന്ന കോശങ്ങളിലുമാണ് ഊനഭംഗം അഥവാ മിയോസിസ് നടക്കാറുള്ളത്. റെഡിയല്ലേ? അടുത്തത്, ഡോട്ടർ സെൽസ്, പുത്രികാ കോശങ്ങൾ ഉണ്ടായി വരുന്ന കോശങ്ങളുടെ എണ്ണമാണ്. എത്രണ്ണാണ്? ക്രമഭംഗം അല്ലെ, ക്രമമായി മുറിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടാകുന്നു മൈറ്റോസിസിൽ. മിയോസിസ് എത്രയാടാ? 4 എണ്ണമാണ്. മറ്റൊന്ന് മക്കളെ, ക്രമഭംഗമാണല്ലോ അല്ലെ, ക്രോമസോമിന് നമ്പർ ക്രമമായിട്ട് നിലനിൽക്കുമെന്ന് വെച്ചാൽ എന്താ? ഒരു മാറ്റം ഉണ്ടാവില്ല, സെയിം ടു സെയിം ഈ കാലം. 46 മുറിഞ്ഞാൽ 46 കോശങ്ങളാണ് 2 ഉണ്ടാകുക. എന്നാലോ മിയോസിസ് മുറിഞ്ഞിട്ട് അവരുടെ കോശങ്ങളിൽ നമ്മൾ ക്രോമസോം നോക്കുമ്പോൾ മിയോസിസിൽ ഊനഭംഗത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ആ 46 പകുതിയായിട്ട് ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് മാറാറുണ്ട്. മറ്റൊന്നെന്താ മക്കളെ? ഈ മൈറ്റോസിസ് നടക്കുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്.
എന്നാലോ മിയോസിസ് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം അല്ലേ സ്വാഭാവികമാണ്, പ്രത്യുൽപാദനം ഉണ്ടാക്കുന്ന കോശങ്ങളിലാണ് നടക്കുന്നത്. സോ ഇത് സഹായിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. മക്കളെ 4 വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 3 പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും ഉറപ്പാ. റെഡിയല്ലേ? സോ ഉഷാറായിട്ട് പഠിക്കും മക്കളെ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.